ചേട്ടാ നമുക്കിപ്പോൾ പല രീതിയിലുള്ള എൻക്വയറി വരാറുണ്ട്. അതായത് ഒരു 2 സെൻറ്റ് 2.5 സെൻറ്റേ സ്ഥലമുള്ളൂ, അതിനകത്തൊരു വീട് ചെയ്യാൻ പറ്റുമോ, ഇപ്പോൾ കാർ പാർക്കിംഗ് ഒരുക്കാൻ പറ്റുമോ, ഈ രീതിയിലൊക്കെ പലർക്കും ഒരു കൺസേൺ ആണ്. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് 2.25 സെന്റിൽ ഈ വീടിന്റെ നമ്മൾ മുറ്റത്ത് നിൽക്കുന്നത്. ഇതിപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? ഇതൊരു 1200 സ്ക്വയർ ഫീറ്റിന് വീടാണ്. 3 ബെഡ്റൂമും എല്ലാം ഒരു കുടുംബത്തിന് ആവശ്യപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും അതിലുപരി എന്ന് തന്നെ പറയാം. എല്ലാ സൗകര്യങ്ങളോട് കൂടി 2 കാർ പാർക്കിങ്ങോട് കൂടിയുള്ള ഒരു കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഗേറ്റ് ആക്കിയിട്ടുണ്ട്. ഫുൾ ഗേറ്റ് ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ 2 കാർ വന്നിരുന്നാലും കാര്യം ഇതൊരു കൺജഷൻ ആയിട്ടുള്ള ഒരു വഴിയാണ്. ഈ വഴി തന്നെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ തന്നെ 2 കാർ ഗസ്റ്റ് വന്നിരുന്നാലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരി, നമുക്ക് അകത്തേക്ക് തീർച്ചയായിട്ടും കാണാം. ശരിക്കും വീട്ടിനകത്ത് കയറുമ്പോഴത്തേക്കും നമുക്കിത് ഒരു 1200 സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് ഡൗട്ട് തോന്നുന്നു. ആ രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലേ? ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് വീടുകളിൽ ഇതൊരു പ്രത്യേകത തോന്നാൻ കാര്യം തന്നെ 2.5 സെന്റ് എന്ന് പറയുന്നൊരു ഹൈലൈറ്റ് തന്നെയാണ്. കാര്യം കുറച്ചും കൂടെ ഒരു തൃപ്തികരമായി ഞാൻ കൺസ്ട്രക്ട് ചെയ്തതിൽ തൃപ്തികരമായിട്ടുള്ളൊരു വീട് തന്നെയാണ്. ഈ താഴെ തന്നെ നമുക്കൊരു ബെഡ്റൂം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ 2.25 സെന്റിലൊക്കെ പറയുമ്പോൾ താഴെ മിക്കവാറും ബെഡ്റൂംസ് കാണാറില്ല. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബെഡ്റൂം താഴെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മുകളിൽ 2 ബെഡ്റൂം, ടോട്ടൽ 3 ബെഡ്റൂം, സ്പേഷ്യസ് ആയിട്ടുള്ള 3 ബെഡ്റൂംസ് കൊടുക്കാൻ പറ്റും. ശരിക്കും നമുക്ക് 2.5 ആകുമ്പോൾ ഈ സെറ്റ് ബാക്കിലൊക്കെ നമുക്ക് കുറെ കൺസ്ട്രെയിൻസ് റൂൾസിൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. 3 സെന്റ് തൊട്ട് റൂൾസ് മാറുന്നുണ്ട്. അല്ല ഇതിന് അതിൻ്റെതായ കുറവുകൾ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 3 ബെഡ്റൂം അറ്റാച്ചും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ഒരു 2 ബെഡ്റൂം ഇല്ലാത്ത രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ കഴിഞ്ഞു. ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ കോമൺ സ്പേസ് ഈ ഭാഗത്തായിട്ട് കിച്ചൺ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. വിത്ത് ഇന്റീരിയർ കൊടുത്തിട്ടുണ്ട്. കബോർഡ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ പറയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വന്നിരുന്ന് 2 പേർക്ക് സുഖമായിട്ട് ഇന്ന് കിച്ചണിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കൺജഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതൊരു ഓപ്പൺ സ്പേസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ പോലും ഒരു എയർ സർക്കുലേഷൻ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ശരി. അത് ഫുള്ള് GI-ലാണ് അവർ വർക്ക് ചെയ്തത്. കംപ്ലീറ്റ് GI-ൽ കൊടുത്തിട്ടുള്ള സാധനം. പിന്നെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ്. ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ 1200 സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് തോന്നത്തില്ല. ആ രീതിയിൽ സ്പേസ് യൂട്ടിലൈസേഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഇത് ബെഡ്റൂം ഒക്കെ നോക്കി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. എല്ലാ റൂമുകൾക്കും വലിപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ റൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ. ഏകദേശം 14 അടിയോളം നീളം, ആ രീതിക്ക് തന്നെ വീതിയും വരുന്ന അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. കബോർഡ് അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു സ്ഥലമേ ഉള്ളൂ, അതായത് 2 സെന്റ് 2.25 സെന്റ് അല്ലെങ്കിൽ 2.5 സെന്റിനകത്തുള്ള സ്ഥലത്ത് നിങ്ങൾക്കൊരു വീട് വയ്ക്കുന്നത് എങ്ങനെ ചെയ്തെടുക്കാം, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ അശോകേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രോപ്പർട്ടി അവർ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിനകത്തുള്ള പോസിബിലിറ്റീസ് അവർ തന്നെ പറഞ്ഞു തരുന്നുണ്ടാവും.